മഹി സാറിന് എന്നോടൊന്നും പറയാനില്ലേ? ഞാനെന്തു പറയാനാ? റൊമാൻറ്റിക് സങ്കല്പങ്ങളൊന്നുമില്ലേ? നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബജീവിതം, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ട്. എനിക്കങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. ഞാൻ ആർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ക്ലാസ്സിൽ വാദോരാതെ സംസാരിക്കുന്ന ആളാണല്ലോ. ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ എന്ത് രസാന്നറിയോ? അത് അക്കാഡമിക് വിഷയം. ഇല്ല, അല്പം പോലും റൊമാൻറ്റിക് അല്ലാത്ത മഹിയെ ഞാൻ റൊമാൻറ്റിക് ആക്കി മാറ്റും. അതല്ലേ ലൈഫിന്റെ ഒരു ത്രില്ല്. റൊമാൻറ്റിക് അല്ലാത്ത ഹസ്ബൻഡിനെ കിട്ടുന്നതാ ഒരു പെണ്ണിന് ഏറ്റവും നല്ലത്. അവക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആണല്ലോ അത്. താനെന്തൊക്കെയാ പറയുന്നത്? പെണ്ണ് കാണൽ ചടങ്ങിനായി ഞാൻ വന്നപ്പോ ഞാൻ കണ്ട മഹിയേക്കാളും ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കനായ ഈ മഹിയെ. ഐ എം ലക്കി. യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ മീ. What happened? എന്തു പറ്റി? ദക്ഷവാ, തനി വീട് മുഴുവൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ വീട് മൊത്തത്തിലൊന്ന് ചുറ്റിയാണെന്ന് കാണിച്ചു തരാം. അതൊന്നും വേണ്ട മഹി. തന്റെ റൂം ഞാൻ കണ്ടല്ലോ. ഈ റൂമിലാണല്ലോ നമ്മൾ ഇനി ഒന്നിച്ച് കഴിയാൻ പോകുന്നത്. എനിക്ക് അത്രയും മതി. ഐ എം ഹാപ്പി. പോരാ, തനി വീട് മുഴുവൻ കാണണം. താൻ വാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദക്ഷ വാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ. He's so cute. മാഷേ, അല്ലെങ്കിൽ വേണ്ട, മഹി അതാ നല്ലത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മൊമെന്റ്സിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുക. മാരേജ് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടായിരിക്കും നടക്കേണ്ടത്. അതായത് ഇന്നും നമ്മുടെ മാരേജിനെ കുറിച്ച് ആൾക്കാർ ഓർക്കണം. മറ്റുള്ള വിവാഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ വിവാഹത്തോളം കേമമായി മറ്റാർക്കും ഒരു വിവാഹ ചടങ്ങും നടത്താൻ സാധിക്കരുത്. ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ചടങ്ങാ മാരേജ്, അല്ലാതെ ഉത്സവമൊന്നുമല്ല. ഓഫ് കോഴ്സ്, വിവാഹം എന്ന് വെച്ചാ ഒരാണും പെണ്ണും തമ്മിലുള്ള ഒത്തുചേരല. പക്ഷേ നമ്മുടെ ഫാമിലികളുടെ പ്രസ്റ്റീജും കൂടിയാ നമ്മുടെ മാരേജ്. അതൊരു ഉത്സവമായിരിക്കണം മഹി.